Hi, good morning to all. ഇന്നലത്തെ പ്രോബ്ലംസ് ഒക്കെ ചെയ്തു നോക്കിയോ? ഹോംവർക്ക് ഒക്കെ എല്ലാവരും ചെയ്തോ? ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് പോർഷനിലേക്ക് കിടക്കാം. ഇന്നലെ നമ്മൾ എന്താ പഠിച്ചത്? അരിത്തമെറ്റിക് സീക്വൻസിലെ എനി ടു പൊസിഷൻസിലെ ടേംസ് തന്നാൽ കോമൺ ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കാന്ന്? വാട്ട് ഈസ് ദ ഫോർമുല ഫോർ ഫൈൻഡിങ് കോമൺ ഡിഫറൻസ്? ഡി ഈക്വൽ ടു പറഞ്ഞ ഡി ഈക്വൽ ടു ഡിഫറൻസ് ഓഫ് ടേംസ് ഡിവൈഡ് ബൈ ഡിഫറൻസ് ഓഫ് പൊസിഷൻസ്. ആ ഫോർമുല പഠിച്ചു, അതിന്റെ ആപ്ലിക്കേഷനിലുള്ള ക്വസ്റ്റ്യൻസും പഠിച്ചു അല്ലേ? അനദർ ടൈപ്പ് പ്രോബ്ലം, ആ ഫോർമുല അപ്ലൈ ചെയ്തിട്ട് അതിന്റെ ആപ്ലിക്കേഷൻ ആയിട്ടുള്ള അനദർ ടൈപ്പ് പ്രോബ്ലം ആണ് പേജ് 22-ലെ. ഇതാണ് പ്രോബ്ലം. ലുക്ക് അറ്റ് ദിസ് ഫിഗർ. ഒരു സ്ക്വയർ തന്നിട്ടുണ്ട്. സ്ക്വയറിലെ 4 കോർണറിലും 4 നമ്പേഴ്സ് 1, 4, 7, 28. എന്നിട്ട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഇൻ ഈച്ച് റോ ആൻഡ് കോളം the numbers are in arithmetic sequence. Then filling the missing terms. 4 തന്നിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ മിസ്സിംഗ് ടേംസ്, കള്ളിയിൽ എഴുതാത്ത ടേംസ് ഫില്ല് ചെയ്യണമെങ്കിൽ ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഈച്ച് റോ ആൻഡ് കോളം ആർ ഇൻ അരിത്തമെറ്റിക് സീക്വൻസ്. ഓരോ റോയിലെയും കോളത്തിലെയും ടേംസ് അരിത്തമെറ്റിക് സീക്വൻസിലാവണം. ആ രീതിയിൽ ഈ കോളംസ് ഫില്ല് ചെയ്യാൻ. Look at the first row. First number 1, fourth number ആണ് 4. ഇവിടെ ആകെ 2 നമ്പർ വിട്ടു പോയിട്ടുള്ളൂ. ഇത് ഒറ്റ നോട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് അറിയാം. നമ്പേഴ്സ് അരിത്തമെറ്റിക് സീക്വൻസിലാവും വേണം. ഫസ്റ്റ് ടേം 1, ഫോർത്ത് ടേം 4. അപ്പൊ which are the terms in second term and third term? ഓൾറെഡി നിങ്ങൾക്ക് ഈസി ആയിട്ട് അറിയാം. 2 ഉം 3 ആയിരിക്കും അല്ലേ? 1, 2, 3, 4. അപ്പൊ these are in arithmetic sequence. Similarly, consider the first column. First column എന്ന് പറഞ്ഞ ഇങ്ങനെ കുത്തനെയുള്ളത്. ഫസ്റ്റ് ടേം 1, ഫോർത്ത് ടേം 7 ആ. അപ്പൊ സെക്കൻഡ് ടേമും തേർഡ് ടേമും ഫില്ല് ചെയ്യണം. ടേംസ് അരിത്തമെറ്റിക് സീക്വൻസിലാവും വേണം. 1 ഉം 7 ആണ്. അതും ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ലോജിക്കായിട്ട് നിങ്ങൾക്ക് പറയാവുന്നതേ ഉള്ളൂ. ഇവിടെ 1 വരണം, ഇവിടെ 7 വരണം. ഏതായിരിക്കും? രണ്ടും ഓഡ് നമ്പേഴ്സാ. 2 ടേംസ് എവിടെ വിട്ടിട്ടുള്ളൂ. അപ്പൊ then which are the terms? 3, 5 എഴുതി നോക്കുക. 3 ഉം 5 അല്ലേ? 1 + 2 3, 3 + 2 5, 5 + 2 7. കോമൺ ഡിഫറൻസ് 2 ആയിട്ടുള്ള അരിത്തമെറ്റിക് സീക്വൻസിലാണ് ടേംസ് വരുന്നത്. ഇത് സിമ്പിൾ ആയിട്ടുള്ള നമ്പർ ആയതുകൊണ്ട് ഇങ്ങനെ നോക്കി എഴുതാം. പക്ഷെ കൺസിഡർ ദ ഫോർത്ത് കോളം. ഇത് ഈ സീക്വൻസിലെ നമ്പേഴ്സ് ആണ് അരിത്തമെറ്റിക് സീക്വൻസ്. അപ്പൊ ഫസ്റ്റ് ടേം 4 ആ. സെക്കൻഡ് ടേമും തേർഡ് ടേമും അറിയില്ല. ഫോർത്ത് ടേം ആണ് 28. സെക്കൻഡ് ടേമും തേർഡ് ടേമും അറിയില്ല. ഫോർത്ത് ടേം ആണ് 28. അപ്പൊ ഇവിടെ നമുക്ക് പെട്ടെന്ന് അറിയില്ലെങ്കിൽ ഇപ്പൊ പഠിച്ച ഫോർമുല അപ്ലൈ ചെയ്യണം. 2 പൊസിഷനിലെ ടേംസ് ആണ് തന്നേക്കുന്നത്. 2 പൊസിഷനിലെ ടേംസ്, ഫസ്റ്റ് പൊസിഷനിലെയും ഫോർത്ത് പൊസിഷനിലെയും. അപ്പൊ ഫസ്റ്റ് ഈ 2 ടേംസ് കണ്ടുപിടിക്കണമെങ്കിൽ എന്തറിയണം? കോമൺ ഡിഫറൻസ് അറിയണം. എങ്ങനെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക? ഡി ഈക്വൽ ടു നമ്പർ ഓഫ് ഡിഫറൻസ് ഓഫ് ടേംസ് ഡിവൈഡ് ബൈ ഡിഫറൻസ് ഓഫ് പൊസിഷൻ. ഇത് രണ്ടാണ് ടേംസുകള്. അപ്പൊ ഡിഫറൻസ് ഓഫ് ടേംസ് 28 - 4. 28 ന്ന് 4 സബ്ട്രാക്ട് ചെയ്യുക. ടേംസിന്റെ ഡിഫറൻസ് ബൈ ഡിഫറൻസ് ഓഫ് പൊസിഷൻ. 28 എത്രാമത്തെ പൊസിഷനിലാണ് കിടക്കണേ? ഫോർത്ത് പൊസിഷനില്. 4 എത്രാമത്തെ പൊസിഷനാ? ഫസ്റ്റ് പൊസിഷനില്. അപ്പൊ ഇവിടെ 4 ആണ് പൊസിഷൻ, ഇവിടെ 1 ആണ്. അപ്പൊ ഡിഫറൻസ് ഓഫ് പൊസിഷൻ 4 - 1. ഇനി ഡിവൈഡ് ചെയ്യുക. 28 - 4 24 ഡിവൈഡ് ബൈ 4 - 1 3. 24/3. 24/3 എത്ര ഡിവൈഡ് ചെയ്താ? 8. അപ്പൊ 8 ആണ് കോമൺ ഡിഫറൻസ്. അപ്പൊ 8 കോമൺ ഡിഫറൻസ് കിട്ടി. അപ്പൊ ഫോർത്ത് കോളത്തിൽ ഫസ്റ്റ് ടേം 4 ആ. അപ്പൊ സെക്കൻഡ് ടേം എത്രയായിരിക്കും? 4ന്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുക. 4 + 8. 4 + 8 എത്ര? 12. Then what is the next column? Again add common difference. 12 + 8 എന്താണ്? 20. അപ്പൊ 4, 12, 20,
28. 8 കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള ടേംസ് ആണ് ഇപ്പൊ എഴുതിയിരിക്കുന്നത്. നെക്സ്റ്റ് അടുത്ത് ഇനി ഓരോന്ന് ഇതേപോലെ കാണാനുള്ളതാ. ഇവിടെ 2 കോളം കണ്ടുപിടിക്കാണ്ട്, 2 ടേംസ്. കൺസിഡർ ദ സെക്കൻഡ് റോ. സെക്കൻഡ് റോ 3 ആണ് ഫസ്റ്റ് ടേം. സെക്കൻഡ് റോ എന്ന് പറഞ്ഞാൽ ഈ സെക്കൻഡ് റോയിൽ 4 ടേംസ് ആണ്. അപ്പൊ ഫസ്റ്റ് ടേം 3, സെക്കൻഡ് ടേം അറിയില്ല, തേർഡ് ടേം അറിയില്ല, ഫോർത്ത് ടേം ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 12. ഇതേപോലെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക. മെന്റലി നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതുള്ളൂ. വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ്? ഡിഫറൻസ് ഓഫ് ടേംസ് 12 minus 3 6 divided by difference of position 4 minus 1. 4 minus 1 എത്ര? 3. 6 minus 3 എത്ര വരിക? 2. 2 ആണ് കോമൺ ഡിഫറൻസ്. അപ്പൊ സെക്കൻഡ് റോയിൽ കോമൺ ഡിഫറൻസ് വരുന്നത് 2 ആണ്. അപ്പൊ 3 plus 2 നെക്സ്റ്റ് ടേം 3 plus 2 5, 5 plus 2 7. 7 ആവുമ്പോ നെക്സ്റ്റ് ടൈം ഇവിടെ 12 വന്നില്ലല്ലോ. 12 ആണല്ലോ വന്നേക്കണ്. ഇവിടെ 12 minus 3. 12 minus 3 9 ആണ്. സോറി, 12 minus 3 9 ആണ്. 9/3 എന്ന് പറഞ്ഞ എന്താ വരിക? 9/3 3 ആണ്. അപ്പൊ ഇവിടെ ടേംസ് മാറി. കോമൺ ഡിഫറൻസ് അവിടെ 3 ആണ്. അപ്പൊ 3 plus 3 6, 6 plus 3 9. അപ്പൊ സെക്കൻഡ് റോയിലെ ടേംസ് നോക്കുക. 3 6 9 12. കോമൺ ഡിഫറൻസ് 3 ആയ അരിത്തമെറ്റിക് സീക്വൻസ്. സിമിലർലി കൺസിഡർ ദ തേർഡ് റോ. തേർഡ് റോയില് what is the common difference? D equal to difference of terms 20 minus 5. 20 minus 5 15 divided by difference of positions 4 minus 1. 4 minus 1 3. 15/3 എത്ര? 5. 5 ആണ് തേർഡ് റോയില് കോമൺ ഡിഫറൻസ്. അപ്പൊ 5 plus 5 10. 10 plus 5 15. 15 plus 5 20. ഓൾറെഡി ഇതാ. നെക്സ്റ്റ് കൺസിഡർ ദ ലാസ്റ്റ് റോ. What is the common difference? Difference of terms 28 minus 7. 21 divided by 4 minus 1 3. 21/3. What is the answer? D. D equal to 7. Then what is the second term? 7 plus 7 14. 14 plus 7 21. 7 14 21 28. These are the terms. Okay, simple ആണ്. കോളംസ് ഫില്ല് ചെയ്യാനാണ്. കോളംസിലെ ടേംസ് അരിത്തമെറ്റിക് സീക്വൻസിലാണ്. അപ്പൊ ഇതിപ്പോ 4 4 4 into 4 16 കോളംസ് ഉള്ള സ്ക്വയർ ആണ് തന്നേക്കണത്. ചിലപ്പോ 3 കോളംസ് ഉള്ള സ്ക്വയർ തരും. 3 into 3 9 കോളംസ് 9 ബോക്സുകളുള്ള സ്ക്വയർ തരും. ചിലപ്പോ 5 into 5 5 റോയും 5 കോളം. അപ്പൊ 5 into 5 ടോട്ടൽ 25 ബോക്സ് ഉള്ള സ്ക്വയർ തരും. അപ്പൊ അതിനനുസരിച്ച് കണ്ടുപിടിക്കുക. 5 into 5 25 ടേം ഇതാണെങ്കിൽ ഫസ്റ്റ് ടേമും ഫിഫ്ത്ത് ടേമും ആണ് തന്നിട്ടുണ്ടാവും കോർണറിൽ. അപ്പൊ അതിനനുസരിച്ച് കണ്ടുപിടിക്കുക. എത്ര കോളംസ് ഉള്ള ബോക്സ് ഇതുപോലെ ഫില്ല് ചെയ്യാൻ പറ്റും. അപ്പൊ അപ്ലൈ ചെയ്യേണ്ട ഇക്വേഷൻ D equal to difference of terms divided by difference of position. ആദ്യത്തേല് നമ്മൾ അപ്ലൈ ചെയ്തില്ല, ഈസി ആയിട്ട് എല്ലാവർക്കും അറിയുന്നതാണ്. അതുകൊണ്ട് അപ്ലൈ ചെയ്യില്ല. കിട്ടാൻ ബുദ്ധിമുട്ടുള്ളത് അപ്ലൈ ചെയ്തിട്ട് കണ്ടുപിടിക്കുക, എന്നിട്ട് നമ്പേഴ്സ് ഫില്ല് ചെയ്യുക. ഓക്കെ, then another problem. In an arithmetic sequence, eighth term, listen here, eighth term 12 തന്നുണ്ട്. ഇനി 12th term 8 എന്നും തന്നുണ്ട്. In an arithmetic sequence, eighth term 12 and 12th term 8. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, 8ാമത്തെ ടൈം 12 12ാമത്തെ ടൈം 8 ടേംസ് ഇവിടെ ഡിക്രീസ് ചെയ്തിട്ടാ വന്നേക്കണ്. അപ്പൊ കോമൺ ഡിഫറൻസ് എന്തായിരിക്കും? ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ശ്രദ്ധിക്കുക. ആദ്യത്തെ സെന്റൻസ് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കണം. കോമൺ ഡിഫറൻസ് അപ്പൊ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ടേംസ് ഡിക്രീസ് ചെയ്യല്ലേ. then find the algebraic expression of this arithmetic sequence. algebraic expression കണ്ടുപിടിക്കാൻ. അരിത്തമെറ്റിക് സീക്വൻസിൽ 8th ടേം 12 12th ടേം 8 അങ്ങനെയുള്ള അരിത്തമെറ്റിക് സീക്വൻസിന്റെ algebraic expression എന്താണെന്ന്. what is the algebraic expression? what is the formula? മറന്നുപോയൊക്കെ? algebraic expression കാണാനുള്ള ഫോർമുല എന്താ? or nth term. what is the formula? xn equal to f plus
n minus 1 into d. This is the formula അല്ലേ? ഈ ഫോർമുല അപ്ലൈ ചെയ്തിട്ട് ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ ആൾജിബ്രിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കാൻ. അപ്പൊ അത് കണ്ടുപിടിക്കണമെങ്കിൽ എഫും അറിയണം ഡിയും അറിയണം, എന്നാലേ ആൾജിബ്രിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഡി നമുക്കിപ്പോ കണ്ടുപിടിക്കാം. നമ്മളിപ്പോ പഠിച്ച ഫോർമുല അപ്ലൈ ചെയ്തിട്ട് രണ്ട് പൊസിഷനിലെ ടേംസ് ആണ് തന്നേക്കണേ. Then what is d? Difference of terms. Difference of terms 12 minus 8 വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ 8 minus 12 ഏത് വേണമെങ്കിൽ എടുക്കാം. ഇതാ 12 minus 8 difference of terms divide by, ഇവിടെ 12 എടുത്തു കഴിഞ്ഞാൽ ഈ 12 എന്നുള്ള ടേമിന്റെ പൊസിഷൻ തന്നെ ഫസ്റ്റ് എടുക്കണം. ഇവിടെ 8 ആണ് പൊസിഷൻ, ഇവിടെ 8, ഇവിടെ 12 ആണ് പൊസിഷൻ. അപ്പൊ ഡിഫറൻസ് ഓഫ് പൊസിഷൻ 8 minus 12. Then 12 minus 8 4 divide by 8 minus 12. 8 minus 12 എത്ര? -4. 12 minus 8 equal to 4. 8 minus 12 ചെറിയ നമ്പറിൽ നിന്ന് വലിയ നമ്പറാ, -4 ആണ്. അപ്പൊ 4/4. 4/4 1 കിട്ടും. പോസിറ്റീവിനെ നെഗറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആൻസറിൽ എന്തായിരിക്കും? -1. അപ്പൊ ഡി എന്ന് പറഞ്ഞാൽ -1 ആ. അപ്പൊ ഡി കിട്ടി. ഇനി എഫ് കണ്ടുപിടിക്കണം. എഫ് ആൾജിബ്രിക് എക്സ്പ്രഷൻ കാണണമെങ്കിൽ എഫ് അറിയണം. എഫ് കാണണമെങ്കിൽ എന്താ? ഇവിടെ നോക്കുക, 8th ടേം ആണ് 12. അപ്പോ 8th ടേമിൽ 12 തന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ 8ന്റെ ബാക്കിലുള്ള ഫസ്റ്റ് ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പുറത്തുള്ള ടേം ആണെങ്കിൽ കോമൺ ഡിഫറൻസ് നമ്മൾ ആഡ് ചെയ്യുക. ബാക്കിലുള്ള ടേം കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ കോമൺ ഡിഫറൻസ് സബ്ട്രാക്ട് ചെയ്യുക അല്ലേ? അപ്പൊ കോമൺ ഡിഫറൻസ് സബ്ട്രാക്ട് ചെയ്യുമ്പോ എത്ര കോമൺ ഡിഫറൻസ് സബ്ട്രാക്ട് ചെയ്യണം? 8th ടേമിന്ന് ഫസ്റ്റ് ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ 8th ടേമിന്ന് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണമെങ്കിൽ 8th ടേമിൽ നിന്ന് x8, 8th ടേമിൽ നിന്ന് 8 minus 1 ഫസ്റ്റ് ടേം ആണ് കണ്ടുപിടിക്കുന്നത്. 8 minus 1 8 minus 1 8 minus 1 എത്ര? 7d ആണ് സബ്ട്രാക്ട് ചെയ്യേണ്ടത്. 7d ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം 8th ടേമിന്ന് അതിന്റെ ബാക്കിലുള്ള ഫസ്റ്റ് ടേം ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമ്മൾ കോമൺ ഡിഫറൻസ് സബ്ട്രാക്ട് ചെയ്യുക. എത്ര കോമൺ ഡിഫറൻസ് സബ്ട്രാക്ട് ചെയ്യണമെന്ന് ഇവിടെ മനസ്സിലാക്കുക. 8th ടേമിന്ന് ഫസ്റ്റ് ടേമാ. അപ്പൊ 8 minus 1 7 കോമൺ ഡിഫറൻസ്. അപ്പൊ 8 minus 7d equal to what is x8? 8th ടേം ഇത് അവിടെ 12 minus 7d. d എന്ന് പറഞ്ഞാൽ -1 ആ. അപ്പൊ 7 into -1 equal to, ഇവിടെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. അപ്പൊ 12 അതുപോലെ എഴുതി. 1 into 7 7. നെഗറ്റീവ് നെഗറ്റീവ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്താൽ പോസിറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പ്ലസ് ആയിട്ട് 12 + 7. 12 + 7 എത്ര? 19. അപ്പോ ഫസ്റ്റ് ടേം എത്ര കിട്ടി? 19 കിട്ടി. ഫസ്റ്റ് ടേം 19, 8th ടേം 12. ഡിക്രീസ് ചെയ്തിട്ടാ വരുന്ന ടേംസ്. then f, what is f? f means first term 19 plus n minus 1 into d. d എത്ര? -1. ആൾജിബ്രിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കണം. അപ്പൊ എഫും ഡിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 19 plus n minus 1 into -1 ആ. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. -1 into n. -n. n പോസിറ്റീവും 1 നെഗറ്റീവ് ആ. പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് നെഗറ്റീവ്. പിന്നെ -1 into -1. നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പ്ലസ് 1 into 1 1. അപ്പൊ 19 plus -n plus 1 കിട്ടും. then n ഉള്ള ടൈം ഫസ്റ്റ് എഴുതുക. n ഉള്ള ടൈമിന്റെ സൈൻ നെഗറ്റീവാ. അപ്പൊ ഫസ്റ്റ് വി റൈറ്റ് -n. പിന്നെ ബാക്കിയുള്ള ടൈംസ് ആഡ് ചെയ്യുക. 19 plus 1. 19 plus 1 എത്ര? 20. -n plus 20. That is the algebraic expression. Listen the question. In an arithmetic sequence, 8th term 12 and 12th term 8. Then what is the algebraic expression? Algebraic expression കാണാൻ പറഞ്ഞു. At first write the formula xn equal to f plus n minus 1 into d. This is the formula for finding algebraic expression. Then what is d and what is f? Find d കാണാനുള്ള ഫോർമുല അപ്ലൈ ചെയ്ത് d കണ്ടുപിടിച്ചു. പിന്നെ നമ്മൾ f കണ്ടുപിടിച്ചു. f ഉം d യും ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്തു. ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് നെഗറ്റീവ് വരും. നെഗറ്റീവിന്റെ മൾട്ടിപ്ലിക്കേഷൻ ശ്രദ്ധിക്കണം കറക്റ്റ് ആൻസർ കിട്ടണമെങ്കിൽ. അപ്പൊ -n plus 20.
This is the algebraic expression of the arithmetic sequence. 8th term 12 and 12th term 8. Okay. Then another problem. Prove that in an arithmetic sequence, first term 1/3 and common difference 1/6. First term 1/3. First term F. First term 1/3 and common difference D 1/6. First term 1/3 D common 1/6 arithmetic sequence contains all natural numbers. അങ്ങനെയുള്ള ഒരു അരിത്തമെറ്റിക് സീക്വൻസിൽ എല്ലാ നാച്ചുറൽ നമ്പേഴ്സും ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യാൻ. ഇപ്പൊ നോക്കുമ്പോ നിങ്ങൾക്ക് കാണുമോ? ഒറ്റ നോട്ടത്തിൽ കാണുമ്പോതാ ഫസ്റ്റ് ടേം തന്നെ ഫ്രാക്ഷനാ 1/3 ആണ്. കോമൺ ഡിഫറൻസ് ആണെങ്കിലും അനദർ ഫ്രാക്ഷൻ 1/6 ആ. ഫസ്റ്റ് ടേം തന്നെ 1/3 വരുന്നത്. അത് നാച്ചുറൽ നമ്പർ ആണോ? അല്ല. ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ നമുക്ക് നാച്ചുറൽ നമ്പർ വരില്ല എന്നാ തോന്നുക അല്ലേ? പക്ഷെ നമുക്ക് പ്രൂവ് ചെയ്യണം കണ്ടെയ്ൻസ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. എല്ലാ നാച്ചുറൽ നമ്പേഴ്സും ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കും? ഫസ്റ്റ് ടേം 1/6 കോമൺ ഡിഫറൻസ് 1/3 ആയിട്ടുള്ള ഈ സീക്വൻസില് എല്ലാ നാച്ചുറൽ നമ്പേഴ്സും ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യാൻ. പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് കുറെ നമ്പേഴ്സ് സീക്വൻസ് ഇങ്ങനെ എഴുതി നോക്കാം. എഴുതി നോക്കുമ്പോ എല്ലാതും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇപ്പൊ ജനറൽ ആയിട്ട് നമ്മൾ പ്രൂവ് ചെയ്യണം. ജനറൽ ആയിട്ട് പ്രൂവ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഫൈൻഡ് ദ ആൾജിബ്രിക് എക്സ്പ്രഷൻ ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ്. ആൾജിബ്രിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കുക. എല്ലാവർക്കും അറിയാവുന്ന തന്നെയുള്ളൂ. എക്സ് ഈക്വൽ ടു എഫ് പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി. ഈ ഫോർമുല അപ്ലൈ ചെയ്തിട്ട് ആൾജിബ്രിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കുമ്പോൾ എന്താ വരുന്നത് നോക്കുക. ഫ്രാക്ഷൻ ആയതുകൊണ്ടാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ ലിസൺ ഹിയർ. ഫസ്റ്റ് ടേം എഫ് 1/3 ആ. 1/3 പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി. ഡി എന്ന് പറഞ്ഞാൽ 1/6 ആ. then 1/3 plus ഇവിടെ 1/6 ഔട്ട്സൈഡിൽ കിടക്കണു. മൾട്ടിപ്ലൈ ചെയ്യാം. 1/6 into n. 1/6 n. 1/6 into 1. ഏത് നമ്പറിനെയും 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആ നമ്പർ തന്നെയാണ് കിട്ടുക. അപ്പൊ 1/6 into 1 1/6 തന്നെ. പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് ശ്രദ്ധിക്കണം. ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. പോസിറ്റീവിനെ നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താണ് ആൻസർ? നെഗറ്റീവ് അല്ലേ? അപ്പൊ നെഗറ്റീവ് 1/6. ബ്രാക്കറ്റ് റിമൂവ് ചെയ്തു. ഇനി ഇപ്പൊ ഇവിടെ 3 ടേംസ് കിട്ടി. n ഉള്ള ടേം ഫസ്റ്റ് എഴുതാ. 1/6 n. 1/6 n പ്ലസ് പിന്നെ കോൺസ്റ്റന്റ് ടേം ഇവിടെ 2 ഫ്രാക്ഷനാ. അപ്പൊ അതിന് നമുക്ക് ഒറ്റയടിക്ക് മെന്റലി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമുക്ക് എടുത്തെഴുതാം. ഇതാ പ്ലസ് 1/3 പിന്നെ മൈനസ് 1/6. കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്ത് എഴുതി. ഇനി നോക്ക, ഇത് രണ്ടെണ്ണം സിംപ്ലിഫൈ ചെയ്യണം. അപ്പോ 1/6 പ്ലസ് 2 ഫ്രാക്ഷൻസ് ഇതാ 1/3 ന്ന് 1/6 സബ്ട്രാക്ട് ചെയ്യാം. 2 ഫ്രാക്ഷൻസ് സബ്ട്രാക്ട് ചെയ്യാൻ 9th പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് 9th പഠിച്ചേക്കണ്? ഫ്രാക്ഷൻസ്, സബ്ട്രാക്ഷൻ, അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ട്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാ. ഇതാ 1 into 6. 1 into 6 6 മൈനസ് ആണ്. അപ്പൊ ഇവിടെ മൈനസ് ഇട്ടു. 1 into 3 ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. 1 into 3 3 by product of denominators. Denominator multiply 3 into 6 18. അപ്പൊ 1/3 minus 1/6 6 minus 3/18 കിട്ടും. ഇവിടെ 1/6 n കിടക്കുന്നുണ്ട്. then listen, 1/6 n ന്യൂമറേറ്റേഴ്സ് സബ്ട്രാക്ട് ചെയ്യാ. 6 minus 3. 6 minus 3 പറഞ്ഞ 3 ആണ്. പ്ലസ് ആണ് ഇവിടെ ചിഹ്നം. 6 minus 3 3 ഡിവൈഡ് ബൈ 18. ഡിവൈഡ് ബൈ 18. ഇതാണ് nth ടേം. പക്ഷെ നമുക്കിവിടെ പ്രൂവ് ചെയ്യണമെങ്കിൽ ഈ കിട്ടിയ nth ടേമിനെ ഒന്നുകൂടി അറേഞ്ച് ചെയ്ത് എഴുതണം. മോഡിഫൈ ചെയ്ത് എഴുതാം. പ്രൂവ് ചെയ്യണം എന്ന് പറഞ്ഞത് കൊണ്ട്. പ്രൂവ് ചെയ്യണമെങ്കിൽ ലിസൺ, 1/6 n എന്നുള്ളതിനെ ന്യൂമറേറ്റേഴ്സ് നമുക്ക് ഇങ്ങനെ എഴുതാം. 1 into n. n ന്യൂമറേറ്റർ ഒരുമിച്ച് എഴുതിയെന്ന് മാത്രം കൺഫ്യൂഷൻ വരാതിരിക്കാൻ. ബൈ 6 പ്ലസ് 3/18. ഡിനോമിനേറ്റർ 3യുടെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ ആ ഫ്രാക്ഷൻ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. എങ്ങനെ? 3 എന്ന് പറഞ്ഞ 1 into 3 ആ. ഡിവൈഡ് ബൈ
80 എന്ന് പറഞ്ഞ 6 into 3 ആണ്. സിംപ്ലക്സ്റ്റ് ഫോം കാണാൻ, ഫ്രാക്ഷന്റെ സിംപ്ലക്സ്റ്റ് ഫോം. അപ്പൊ ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും 3യുടെ മൾട്ടിപ്പിൾസ് ആണ്. അപ്പൊ 3 ഉം 3 ഉം ക്യാൻസൽ ചെയ്യും. അപ്പൊ 1/6 എന്ന് കിട്ടും. അതായത് n/6 പ്ലസ് 1/6. n/6 പ്ലസ് 1/6. ഇതിനെ വീണ്ടും അറേഞ്ച് ചെയ്ത് എഴുതാം. ഡിനോമിനേറ്റർ സെയിം ആ. അപ്പൊ ന്യൂമറേറ്റേഴ്സ് ആഡ് ചെയ്ത് എഴുതാം. ഇവിടുത്തെ ന്യൂമറേറ്റർ എന്താ n, ഇവിടുത്തെ ന്യൂമറേറ്റർ എന്താ 1, പ്ലസ് ആണ്. അപ്പൊ n+1. ന്യൂമറേറ്റേഴ്സിന്റെ സം n+1. ഓൾ ഡിവൈഡ് ബൈ 6. കോമൺ ആയിട്ടുള്ള ഡിനോമിനേറ്റർ ആ. അപ്പൊ കോമൺ ആയിട്ട് എഴുതി n+1/6. അതാണ് ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ. ഇത്രയും ചെയ്താൽ മതി. ഓൾജിബ്രിക് എക്സ്പ്രഷൻ മാത്രം കാണാൻ പറഞ്ഞ. പക്ഷെ നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻ ദിസ് അരിത്തമെറ്റിക് സീക്വൻസ് കണ്ടെയ്ൻസ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ ഇത്രയും സ്റ്റെപ്സ് ചെയ്ത് ഈ ഫോമിലേക്ക് എത്തിയത്. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഈ ഓൾജിബ്രിക് എക്സ്പ്രഷനെ നിന്ന് വേണം നമുക്ക് പ്രൂവ് ചെയ്യാൻ ഇതിലെല്ലാറ്റിലും നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട് എന്ന്. നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട് എന്ന്. n+1/6 ആണ് ഇപ്പൊ nth ടേം കിട്ടിയേക്കണത്. ഓൾജിബ്രിക് എക്സ്പ്രഷൻ n+1/6. ഇതല്ലേ ഡിനോമിനേറ്റർ ഇവിടെ 6 ആ. അപ്പൊ ന്യൂമറേറ്ററും 6ന്റെ മൾട്ടിപ്പിൾ ആയാലാണ് ഓൾ നമ്പർ കിട്ടുക, അല്ലെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സ് കിട്ടുക. അതായത് ഇവിടുത്തെ n-ന് ഏത് നമ്പർ കൊടുക്കുമ്പോഴാണ് നാച്ചുറൽ നമ്പർ കിട്ടുക നമ്മൾ കണ്ടെത്തണം. ഏതൊക്കെ നമ്പേഴ്സ് കൊടുക്കുമ്പോഴാണ്. അപ്പൊ നാച്ചുറൽ നമ്പർ കിട്ടണമെങ്കിൽ ഡിനോമിനേറ്റർ 6 ആയതുകൊണ്ട് ന്യൂമറേറ്റർ എന്തായിട്ട് വരണം 6ന്റെ മൾട്ടിപ്പിൾ ആയി വന്നാൽ മാത്രമേ ഡിവൈഡ് ചെയ്യുമ്പോ നമുക്ക് എണ്ണൽ സംഖ്യ കിട്ടുള്ളൂ. അപ്പൊ നോക്ക, n-ന് 5 എന്നുള്ള നമ്പർ കൊടുക്കാം. അപ്പൊ എന്ത് കിട്ടും? 5 + 1/6. 6/6 = 1 കിട്ടും. n-ന് അടുത്ത നമ്പർ ഇതാ 5 + 1. 5 + 1 6. 6/6 1 കിട്ടി. അപ്പൊ ഇനി അടുത്തത് ഏത് നമ്പർ കൊടുക്കണം? 6ന്റെ അടുത്ത മൾട്ടിപ്പിൾ ഏതാ? 12 ആണ്. 6ന്റെ നെക്സ്റ്റ് മൾട്ടിപ്പിൾ 12. അപ്പൊ ന്യൂമറേറ്റർ 12 വരണം. ന്യൂമറേറ്റർ 12 വരണമെങ്കിൽ 1ന്റെ കൂടെ ഏതാണ് ആഡ് ചെയ്യേണ്ടത്? 11. അപ്പൊ 11 + 1. 11 + 1 ആണ്. അപ്പൊ n = 11 കൊടുക്കുക. അപ്പൊ 11 + 1 / 6. 11 + 1 12. 12/6. 12/6. 12-നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താ 2. നെക്സ്റ്റ് നാച്ചുറൽ നമ്പർ കിട്ടി. ഇനി നെക്സ്റ്റ് 6 കഴിഞ്ഞു, ന്യൂമറേറ്റർ 6 ആയി, നെക്സ്റ്റ് ന്യൂമറേറ്റർ 12 ആയി. Then what is the next multiple of 6? 6ന്റെ നെക്സ്റ്റ് മൾട്ടിപ്പിൾ ഏതാ? 18 ആണ് അല്ലേ? 18. അപ്പൊ ന്യൂമറേറ്ററിൽ 18 വരണമെങ്കിൽ ഇവിടെ 1 കിടക്കുന്നുണ്ട്. 1ന്റെ കൂടെ ഏത് നമ്പർ ആഡ് ചെയ്താലേ 18 വരിക? 17. Then put n = 17. Then 17 + 1/6 = 18. 18/6. 18/6 എന്താ? 3. 1 2 3 എന്നുള്ള നാച്ചുറൽ നമ്പേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടണു. അപ്പൊ ദിസ് ഈസ് ദ nth ടേം, n+1/6. ദെൻ ലോജിക് ആയിട്ട് നമ്മൾ കണ്ടുപിടിക്കണം വിച്ച് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ n ടു ഗെറ്റ് നാച്ചുറൽ നമ്പർ. അപ്പൊ n-ന്റെ മൾട്ടിപ്പിൾസ്, അതായത് 6ന്റെ മൾട്ടിപ്പിൾസ് ന്യൂമറേറ്ററിൽ വരണം. ഡിനോമിനേറ്റർ 6 ആയതുകൊണ്ട്. അപ്പൊ 6ന്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണെന്ന് അറിയാം. 6 12 18. അപ്പൊ ന്യൂമറേറ്ററിൽ 6 വരണമെങ്കിൽ 1ന്റെ കൂടെ 5 ആണ് ആഡ് ചെയ്യേണ്ടത്. ന്യൂമറേറ്റർ 12 വരണമെങ്കിൽ 1ന്റെ കൂടെ 11 ആണ് ആഡ് ചെയ്യേണ്ടത്. ന്യൂമറേറ്റർ 18 വരണമെങ്കിൽ 1ന്റെ കൂടെ 17. അങ്ങനെ നെക്സ്റ്റ് നമ്പറുകൾ 4 കിട്ടണമെങ്കിൽ ഏത് നമ്പർ ആഡ് ചെയ്യണം? നെക്സ്റ്റ് 6ന്റെ നമ്പർ എത്ര? അല്ല മൾട്ടിപ്പിൾ എത്ര? 24 ആ. അപ്പൊ പുട്ടി n = 23. അങ്ങനെ നാച്ചുറൽ നമ്പേഴ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി ഗെറ്റ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. ദെൻ വി പ്രൂവ്ഡ്. ഓക്കെ, okay, study this problem very well. Thank you.